എന്റെ ടൂ വീലറിൽ തെരുവിൽ കറങ്ങണോ വേണ്ടേ എന്ന് ഞാൻ വിളിക്കുന്നത് മദീനയുടെ ഭാഷയിലാണ്, ഹബീബായ തങ്ങളുടെ ഭാഷയിലാണ്. ഇനി മോളെ ഒന്ന് ആലോചിക്ക്. എന്റെ സ്നേഹപ്രപഞ്ചം കേട്ടുകൊണ്ടിരിക്കുന്ന ഉമ്മപെങ്ങന്മാരിൽ ആരെങ്കിലും ഇരുചക്ര വാഹനത്തിൽ തെരുവിൽ കറങ്ങുന്നവരുണ്ടെങ്കിൽ ഈ മഹബത്തിന്റെ പ്രപഞ്ചം സാക്ഷിയാക്കി ഈ കൊച്ചുതങ്ങളുപ്പാപ്പയുടെ കർമ്മഭൂമിയും വിശ്രമഭൂമിയും സാക്ഷിയാക്കി ഒന്ന് പറയട്ടെ, ഇനി ആവർത്തിക്കല്ലേ മോളെ. അത് നിന്റെ ഹബീബിന്റെ ഇഷ്ടം കിട്ടാൻ വേണ്ടി. എനിക്ക് സർവേ നടത്താൻ സമയമുള്ളത് കൊണ്ടല്ല. നിങ്ങൾ ആരുപയോഗിച്ചു ആരുപയോഗിച്ചില്ലെന്ന് എനിക്കറിയില്ല. ആരെങ്കിലും ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ഹബീബായ തങ്ങൾക്ക് ഇഷ്ടമുള്ള ജീവിതത്തിലേക്ക് വരാൻ ഒന്ന് വിനയത്തോടെ പറയട്ടെ. ഇനി നമുക്ക് ആ ഇരുചക്ര വാഹനം വേണ്ട മോളെ. സ്വർഗം തുറന്നു തരാനുള്ള മുത്തുനബി തങ്ങൾക്ക് അതിഷ്ടമല്ല. ഇതൊരു ലോകമാണ്. ഇത് പറഞ്ഞു തീർന്ന ആരുമില്ല. പറഞ്ഞവർ ഇടയിൽ വെച്ച് പിരിയുകയല്ലാതെ ഈ പ്രമേയം തീരുകയില്ല. അല്ലാഹുവേ, ഞങ്ങൾക്കിത് മദീനത്തേക്കുള്ളൊരു സമ്മാനമായി, ഹബീബായ തങ്ങളുടെ തിരുഹളറത്തിലേക്കുള്ളൊരു വസീലയായി, കനവിലും നിലവിലും അവിടുത്തെ തിരുമുഖം കണ്ട് ആനന്ദിക്കാനൊരു കാരണമായി, മദീനത്ത് ചെന്ന് സലാം പറയുമ്പോൾ ഇഷ്ടത്തോടെ സ്വീകരിക്കാൻ ഒരു ഉപാധിയായി, അവസാനമെങ്കിലും മദീനത്ത് ചെന്ന് ഖൽബ് നിറച്ചിട്ട് സലാം പറയുമ്പോൾ സലാം അടക്കുന്നതൊന്ന് കേൾക്കാനുള്ള ഭാഗ്യമായി ഞങ്ങളുടെ ഈ മജ്ലിസ് ഖബൂൽ ചെയ്യണം റബ്ബേ. എൻ്റെ പ്രിയമുള്ള ഉമ്മപെങ്ങന്മാരെ, ജ്യേഷ്ഠാനുജന്മാരെ, ഇവിടെ ഞാൻ കുറച്ച് വിവരം പറയുന്നു, നിങ്ങൾ കേൾക്കുകയല്ല. നമ്മൾ ഒരുമിച്ച് മുത്തുനബി തങ്ങളുടെ മൗലിദോതുകയാണ്. ഇത് ഹബീബിന്റെ പ്രീതിക്ക് വേണ്ടി മാത്രം ഒരുക്കിയതാണ്. ഇതിന്റെ സംഘാടകർക്ക് വേറെ താല്പര്യമില്ല, വന്നു ചേർന്നവർക്ക് വേറെ ലക്ഷ്യങ്ങളില്ല. പറയുന്നവർക്കും ഇഖ്ലാസ് നൽകണേ അല്ലാഹ്. അങ്ങനെ അവസാനം മുദ്ദാഹി ത്വഹ ലഹിഖാ, ഞങ്ങൾക്കൊരു പിടിവള്ളിയും ആഖിറത്തിലേക്ക് വേറെയില്ല. ഔലിയാക്കളെ പോലെ ഉറക്കൊഴിഞ്ഞ് ഇബാദത്ത് ചെയ്തത് ഞങ്ങളുടെ കയ്യിലില്ല. ഇമാമിങ്ങളെ പോലെ ഇൽമിന് വേണ്ടി ഹയ്യാ ചെയ്തത് ഞങ്ങളുടെ കയ്യിലില്ല. മുസന്നീഫീങ്ങളെ പോലെ വലിയ വലിയ കിതാബ് എഴുതിയത് ഞങ്ങൾക്ക് പറയാനില്ല. അതാ ശുഹദാക്കളെ പോലെ ദീനിന് ജീവൻ കൊടുത്തത് ഞങ്ങൾക്ക് പറയാനില്ല. ഞങ്ങൾക്കാകെയുള്ളത് അൽ ഹബലുൽ മതീൻ നബിയുനൽ അമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ മജ്ലിസ് നീ ഖബൂൽ ചെയ്ത് നിനക്ക് പൊരുത്തപ്പെട്ട അടിമകളിൽ, ഹബീബ് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അനുയായികളിൽ ഞങ്ങളെയും ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും നീ ഖബൂൽ ചെയ്യണേ റഹ്മാനേ. ആദം നബി അലൈഹിസ്സലാം ഷീസ് നബി എന്ന മകനോട് പറയുകയാണ്, നിങ്ങൾ എപ്പോഴെല്ലാം അല്ലാഹുവിനെ പറയുന്നുണ്ടോ, ഫദ്കുറു ഇലാ ജംബിഹി മുഹമ്മദൻ അലൈഹിസ്സലാം, അപ്പോഴെല്ലാം നിങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയണം. ആരോടാണ് പറയുന്നത്? അബുൽ ബഷർ ആദം അലൈഹിസ്സലാം പൊന്നുമോനായ ഷീസ് എന്നവരോട് പറയുകയാണ്, എപ്പോഴെല്ലാം നിങ്ങൾ അല്ലാഹുവിന്റെ നാമം പറയുന്നുണ്ടോ അപ്പോഴെല്ലാം നിങ്ങൾ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയണം. എന്തേ കാരണം? فإني رأيت اسمه مكتوبا على ساق العرش وأنا بين الروح والطين. അറിയണം മോനെ ഷീസേ,
ഞാൻ മണ്ണിന്റെയും വെള്ളത്തിന്റെയും ഇടയിലായിരിക്കുന്ന കാലത്ത് അർശിന്റെ കമാനങ്ങളിൽ ആലേഖനം ചെയ്യപ്പെട്ട പേരാണ്. അർശിന്റെ കമാനങ്ങളിൽ, അതിൻ്റെ സപ്രപഞ്ചത്തിൽ, അതിൻ്റെ പ്രധാനപ്പെട്ട കണ്ണികളിൽ എല്ലാം എഴുതിയിട്ടുള്ള പേരാണ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര്. സുമ്മ തുഫ്തുസ് സമാവാതി, പിന്നെ ആകാശമണ്ഡലങ്ങളെ ഞാൻ സഞ്ചരിച്ചു. ഫലം അറ ഫീഹാ മൗദിഅൻ ഇല്ലാ റഅയ്തു ഇസ്മ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്തൂബൻ ഫീഹി. ആകാശമണ്ഡലങ്ങളിൽ മുഴുവനും ഒന്ന് സഞ്ചരിച്ചു നോക്കിയപ്പോ അവിടെയെല്ലാം ഉണ്ട് ലോകഗുരുവായ തിങ്കൾ പ്രവാചകരുടെ ആദരണീയമായ തിരുനാമം എഴുതിയിട്ടുണ്ട്. ഫഇന്നീ റഅയ്തു ഇസ്മഹു ഫലം ആകാശം മുഴുവനും ഞാനൊന്ന് സഞ്ചരിച്ചു നോക്കിയപ്പോൾ അവിടെ മുഴുവനും അതാ ലോക ഗുരുവിന്റെ നാമം എഴുതി വച്ചിരിക്കുകയാണ്. എന്നിട്ട് മഹാനരായ ആദം അലൈഹിസ്സലാം പറയാണ്, വലഖദ് റഅയ്തു ഇസ്മ മുഹമ്മദിൻ മക്തൂബൻ അലാ സുദൂരിൽ ഹൂരിൽ ഐൻ. ഹൂറികളുടെ മാറിടങ്ങളിൽ എഴുതി വെച്ചിട്ടുള്ള പേരാണ്. സ്വർഗീയ ഹൂറികളുടെ മാറിടങ്ങളിൽ എഴുതി വെച്ചിട്ടുള്ള പേരാണ് ഹബീബായ തങ്ങളുടെ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര്. വലം അറഫിൽ ജന്നത്തി ഖസ്റൻ വലാ മൗദിഅ. സ്വർഗത്തിലെ ഒരിടവും ഒരു കൊട്ടാരവും ഒഴിഞ്ഞിട്ടില്ല. ലാ വലാ ഗുർഫതൻ, ഒരു മുറിയും ഒഴിഞ്ഞിട്ടില്ല. ഇല്ലാ റഅയ്തു ഇസ്മ മുഹമ്മദിൻ മക്തൂബൻ ഫീ. അവിടെയെല്ലാം ആലേഖനം ചെയ്തിരിക്കുകയാണ് ലോക ഗുരുവായ തിങ്കൾ പ്രവാചകരുടെ തിരുനാമമാണ്. ആരാണ് പറയുന്നത്? സ്വർഗത്തിൽ പിറവിയെടുത്ത് സ്വർഗത്തിൽ നമ്മുടെ തറവാടുറപ്പിച്ച് അവിടെ നിന്ന് നമ്മിലേക്ക് ഉലകത്തിലേക്ക് വന്ന് നമ്മുടെ പിതാവായ ആദം അലൈഹിസ്സലാം പറയാണ്, സ്വർഗം മുഴുവനും ഞാനൊന്ന് അരിച്ചു പെറുക്കിയപ്പോൾ ഹൂറികളുടെ മാറിടങ്ങൾ മുതൽ, രമ്യകർമ്മങ്ങൾ മുതൽ, അരമനകളുടെ അകത്തളങ്ങൾ മുതൽ ഓരോ നിർണായകമായ ഇടങ്ങളിലും കാണാം ഇസ്മ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരാണ്. വലഖദ് റഅയ്തു വറഖ സിദ്റത്തുൽ മുൻതഹ. സിദ്റത്തുൽ മുൻതഹയുടെ ഇലകളിൽ എഴുതിയിട്ടുണ്ട് വഅയുനൽ മലായിക. മലക്കുകളുടെ നേത്രങ്ങളിൽ എഴുതിയിട്ടുണ്ട് മക്തൂബൻ അലൈഹ. അവിടെയെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ആരുടെ പേരാണ്? ജമീൻ മേ ഓ മുഹമ്മദ് ഹേ അഹ്മദ് ആസമാനോം മേ. ഹബീബായ തങ്ങളുടെ മനോഹരമായ നാമമാണ്. അത്യത്ഭുതങ്ങളുടെ കലവറയിൽ നിന്ന് ഉലകത്തിന്റെ ഹൃത്തടത്തിലേക്ക് പ്രണയത്തിന്റെ വസന്ത കുസുമങ്ങള് നറുമണം പരത്തി ലോകാവസാനം വരെ അടയാളപ്പെടുത്തിയ ലോക ഗുരുവിന്റെ പേരാണ്. ഈ സദസ്സ് മദീനയുടെ ഉമ്മരത്ത് വെക്കാനുള്ള സദസ്സാണ്. ലോക ഗുരുവിന്റെ തിരുസന്നിധാനത്തിലേക്കുള്ള സമർപ്പണത്തിന്റെ വേദിയാണ്. അതുകൊണ്ട് എന്റെ സദസ്യരോട് വിനയപൂർവ്വമെന്ന് പറയട്ടെ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറയുമ്പോ പ്രഭാഷകന്റെ വായനയുടെ ഇടയിൽ ഒരു സ്വലാത്ത് വിട്ടുപോയാലും എന്റെ സദസ്സിനോട് പറയട്ടെ, റസൂലുള്ളാഹി തങ്ങളുടെ പേര് കേൾക്കുമ്പോ സ്വലാത്ത് മുടങ്ങല്ലേ മോനെ. ഖായിദുൽ ഗുർരിൽ മുഹജ്ജലീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സാഹിബുൽ ലിവാഇൽ മഅഖൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളാണ്. ഞാനിവിടെ വലിയ അറിവുകൾ പറയാനൊരു പണ്ഡിതനല്ല, വിവരങ്ങൾ നൽകാൻ ഒരു വിവരസ്ഥനല്ല. നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്നൊരു മൗലിദോതുകയാണ്. ഇത് മദീനയിലേക്കുള്ള ഒരു മൗലിദിന്റെ പാരായണമാണ്.
നമ്മളോടൊപ്പം ഹൃദയം ചേർത്ത് വെച്ച് ശരീരമകലമാണെങ്കിലും അതാ 6 അറബ് രാജ്യങ്ങളിലും വിദേശ രാജ്യങ്ങളിലുമുള്ള നൂറുകണക്കിന് നമ്മുടെ സഹോദരങ്ങൾ ഓൺലൈൻ സംവിധാനങ്ങളിലൂടെ, ഫേസ്ബുക്ക് ലൈവിലൂടെ, ഓൺലൈൻ റേഡിയോയിലൂടെ ഈ മൗലിദിൽ പങ്കുചേരുന്നുണ്ട്. ഇതൊരുമിച്ചുള്ള ഒരു സഞ്ചാരമാണ്. ഇത് പ്രണയപ്രപഞ്ചത്തിലേക്കുള്ള ഒരു സഞ്ചലനമാണ്. ഇത് അനുരാഗത്തിന്റെ ആസ്ഥാന നഗരിയിലേക്കുള്ള ഒരു യാത്രയാണ്. ഈ യാത്ര തുടരുന്നതിന്റെ ഇടയിൽ എവിടെയെങ്കിലും ഒന്ന് മരിച്ചു വീഴുമ്പോ നമ്മുടെ പ്രണയനായകരായ മുഹമ്മദുർ റസൂലുള്ളാഹ് തിരുനബി തങ്ങളുടെ തിരുദർശനം കിട്ടി അവിടുത്തെ വദനങ്ങളിൽ ഒരു ചുംബനമർപ്പിക്കാനുള്ള ആഗ്രഹത്തിന്റെ പ്രകാശനമാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ സദസ്സ് കബൂലാക്കണേ അല്ലാ, ഞങ്ങളുടെ ഈ സദസ്സ് കബൂലാക്കണേ അല്ലാ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസങ്ങളിൽ ആലപ്പുഴയിൽ നിന്ന്, ഷൊർണൂരിൽ നിന്ന്, കഴിഞ്ഞ വർഷങ്ങളിൽ മംഗലാപുരത്ത് നിന്ന്, കോഴിക്കോട് നിന്ന്, അതാ ഇന്നും നമ്മുടെ ഇവിടെ ഒരു അതിഥിയായി ഒരു സഹോദരൻ മലപ്പുറം ജില്ലയിലെ ചങ്ങരംകുളത്ത് നിന്ന് ഇവിടേക്ക് വരുമ്പോൾ അവരുടെ എല്ലാം മനസ്സിലുള്ള ലക്ഷ്യമേതാണ്? ഹബീബായ തങ്ങളോടുള്ള മഹബത്താണ്. അല്ലാഹുവേ, ഞങ്ങളതൊന്നും പറയാൻ അർഹരല്ലെങ്കിലും അവരുടെ ആഗ്രഹത്തിൻ്റെയും ഞങ്ങളുടെ പ്രത്യാശയുടെയും കാരണമായി ഈ മഹബത്ത് ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണേ അല്ലാ. ഹബീബായ തിരുനബി തങ്ങളുടെ സന്നിധാനത്തിലേക്ക് എത്താൻ ഇതൊരു കാരണമാക്കണേ അല്ലാ. അറിയണേ സഹോദരങ്ങളെ, എഴുതുകയാണ് കഅബുൽ അഹ്ബാർ തങ്ങൾ പറയുകയാണ്, സ്വർഗത്തിൽ എല്ലായിടത്തുമുണ്ട് ഹബീബായ തങ്ങളുടെ പേരിൽ പേരെഴുതാത്ത ഒരിടവും ഇല്ല. അതുകൊണ്ട് മോനെ ശീസേ, ആദം നബി അലൈഹിസ്സലാം ശീസ് നബിയോട് പറയുകയാണ് ഫസ്വല്ലി അലൈഹി, അതുകൊണ്ട് മോൻ വരാനുള്ള മുത്തുനബി തങ്ങളുടെ പേരിൽ സ്വലാത്തു ചൊല്ലണം. വക്സിർ മിൻ ദിക്രിഹി യാ ശീസ്, ഓ ശീസ് മോനെ, ആ മുഹമ്മദ് നബി തങ്ങളെ ഏറെ പറയണേ മോനെ. ഫഇന്നി റഅയ്തുൽ മലായികത തദ്കുറുഹു ഫീ കുല്ലി സാഅ, മലക്കുകൾ എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് ആ പ്രവാചകരുടെ പ്രകീർത്തനം. മലക്കുകൾ എപ്പോഴും ആ തിരുനബി തങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. ഉലകത്തിന്റെ അധിപനായ അല്ലാഹു സ്വലാത്ത് വർഷിച്ചിട്ടുണ്ട്. അല്ലാഹുവിനെ അനുസരിക്കാൻ മാത്രമുള്ള പ്രകൃതിയിൽ പടക്കപ്പെട്ട മലക്കുകൾ സ്വലാത്ത് വർഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഓ ഈമാൻ വാലോ, ഈമാനുള്ള ജനങ്ങളെ, നിങ്ങളോടാണ് സംബോധന. എല്ലാ മനുഷ്യരെയും വിളിച്ചില്ല, എല്ലാ മനുഷ്യരെയും വിളിച്ചില്ല. ഖുർആനിൽ എത്രയോ സംബോധനകൾ അയ്യുഹന്നാസ് എന്ന് നടത്തുമ്പോ ഖുർആൻ സ്വലാത്തു ചൊല്ലാൻ വിളിക്കുന്നത് ആരെയാണ്? യാ അയ്യുഹല്ലദീന ആമനൂ, ഓ ഈമാനുള്ളവരെ. എത്രയോ ആളുകളുള്ള ഒരു ദേശത്ത് ഈ സ്നേഹപ്രപഞ്ചത്തോട് പ്രണയം വെക്കാനുള്ള തൗഫീഖ് ഒരു ചുരുങ്ങിയ വിഭാഗത്തിനാണ് ലഭിക്കുന്നതെങ്കിൽ, എത്രയോ മനുഷ്യരുള്ള ലോകത്ത് ആ തിരുനബി തങ്ങളെ അംഗീകരിക്കാൻ ചുരുക്കം ആളുകൾക്കാണ് ഭാഗ്യം ലഭിക്കുന്നതെങ്കിൽ ആ ഭാഗ്യം ചെറുതല്ല, തൗഫീഖാണ്, അല്ലാഹുവിൽ നിന്നുള്ള മഹാഭാഗ്യമാണ്. പ്രിയമുള്ളവരെ, ഈ സദസ്സിൽ ഇരിക്കുന്ന സ്നേഹപ്രപഞ്ചത്തെ ഇഷ്ടം വെച്ച് ഈ നഗരിയിലേക്ക് വന്നു ചേരുന്നവർ ഇതുകൊണ്ട് പ്രതീക്ഷിക്കുന്നത് ഹബീബിന്റെ ഇഷ്ടമാണെങ്കിൽ അത് നമുക്ക് ലഭിച്ചിട്ടുള്ള മഹാഭാഗ്യമാണ്. അതാ മലക്കുകൾ അണമുറിയാതെ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അല്ലയോ മോനെ ശീസേ, സ്വലാത്ത് വർദ്ധിപ്പിക്കണേ മോനെ. അങ്ങനെയുള്ള ഹബീബായ തങ്ങളാണ്
ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറയുകയാണ്, അലാ ബാബിൽ ജന്നത്തി മക്തൂബ്, സ്വർഗത്തിന്റെ കവാടത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഉഅദ്ദിബു മൻ ഖാലഹാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് സ്വർഗത്തിന്റെ കവാടത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ടോ അവിടെ എഴുതിയിട്ടുണ്ട്, ലാ യുഅദ്ദിബു മൻ ഖാലഹാ, ഇത് പറഞ്ഞവരെ നാം ശിക്ഷിക്കുകയില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള മനോഹരമായ നാമത്തിന്റെ ഉടമയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉലകത്തിന്റെ മുഴുവനും നായകരാണ്. ഈ പേര് മാത്രം പറഞ്ഞാൽ എന്തൊരത്ഭുതമാണ്. മുഹമ്മദ് എന്ന് പറയുമ്പോ ചുംബനം കൊടുക്കുകയാണ്. പ്രണയം കൊണ്ട് നാമം രചിച്ച, ഉലകത്തെ മുഴുവനും സ്നേഹലോകത്തേക്ക് വിളിച്ച മുത്തുനബി തങ്ങളുടെ പേര് പറയാൻ ഒരുങ്ങുമ്പോ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പേര് പറയുമ്പോ തന്നെ സ്നേഹത്തിന്റെ ചുംബനം, അവിടുത്തെ നാമം തന്നെ അനുരാഗത്തിന്റെ സ്പർശനം, ഇതെല്ലാം നൽകിയ തിരുനബി തങ്ങളാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ബുറുദയുടെ വരികൾ നീളുകയില്ലെന്ന ഭയം കൊണ്ട് പേരിനെ കുറിച്ചുള്ള ചർച്ച തൽക്കാലം ഞാൻ ഇവിടെ നിർത്തുകയാണ്. പിന്നെയും സ്വതന്ത്രമായി തന്നെ ഒരു പരമ്പര പറയാം. അസ്മാഉൻ നബി എന്നതൊരു പരമ്പരയ്ക്ക് പറ്റുന്ന വിഷയമാണ്. അത്രമാത്രം വിശാലമായ ഒരു ലോകമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ത്വയ്ബ സെന്ററിൽ തിരുനബി തങ്ങളുടെ പേര് പരിചയപ്പെടുത്തുന്ന വിവിധ ഗ്രന്ഥങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരു മാസത്തിനുള്ളിൽ നമ്മുടെ ത്വയ്ബയുടെ ഇന്റർനെറ്റ് സൈറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ തിരുനബി തങ്ങളെ കുറിച്ച് മാത്രമുള്ള 1000 ഗ്രന്ഥങ്ങൾ നിങ്ങൾക്ക് വായിക്കാനും ഡൗൺലോഡ് ചെയ്യാനും കഴിയും. അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. ഹബീബായ തിരുനബി തങ്ങളെ ലോകം മുഴുവനും വായിക്കാനുള്ളൊരു കിളിവാതിൽ ഇവിടെ ഒരുക്കാൻ വേണ്ടിയാണ് നമ്മുടെ പരിശ്രമം. അല്ലാഹുവേ, ഹബീബായ തങ്ങളെ രോഗശയ്യയിൽ കിടക്കുമ്പോ എല്ലാ കവാടങ്ങളും അടയ്ക്കാൻ പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു, ഹൗഹത്തു സിദ്ദീഖ് അടയ്ക്കല്ലേ. ഹൗഹ എന്ന് പറഞ്ഞാൽ ചെറിയ പൊത്ത്, കിളിവാതിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയുടെ വിവിധ ഭാഗങ്ങളിൽ കൊച്ചു കൊച്ചു കുഞ്ഞു വാതിലുകൾ, വിളിക്കുമ്പോൾ നാട്ടുകാർ കേൾക്കാൻ. മദീനത്തെ എല്ലാ വീടുകളിലും മസ്ജിദുൻ നബവിക്ക് നേരെ ഒരു ചെറിയ കിളിവാതിലുണ്ടാവും. മുത്തുനബി തങ്ങൾ വിളിക്കുമ്പോൾ ഇങ്ങോട്ട് കേൾക്കാൻ. അങ്ങനെയായിരുന്നു അന്ന് മൈക്കും സംവിധാനങ്ങളൊന്നും ഇല്ലല്ലോ. ഹബീബായ തങ്ങളുടെ പള്ളിയിൽ നിന്ന് വിളിക്കുമ്പോ കേൾക്കാൻ കൊച്ചു കിളിവാതിലുകൾ. സിദ്ദീഖ് തങ്ങളുടെ വീടിനു നേരെ, ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ വീടിന് നേരെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രോഗശയ്യയിൽ കിടക്കുമ്പോൾ പറഞ്ഞു, നിങ്ങൾ എല്ലാ കിളിവാതിലുകളും അടയ്ക്കുവിൻ, ഹൗഹത്തു സിദ്ദീഖ് ഒഴികെ. ഇന്ന് നമ്മൾ മദീനത്തെ പള്ളിയിൽ പോകുമ്പോ ബാബു സലാമിലൂടെ സലാം പറയാൻ കയറുന്നതിന്റെ ഇടത് സൈഡിൽ ചെറിയ വാതിലുകളുണ്ട്. അതിൽ ഒരു വാതിലുള്ള സ്ഥലത്താണ് ഹൗഹത്തു സിദ്ദീഖ് എന്ന് എഴുതിയിട്ടുണ്ടാവും. അവിടെയാണ് ആ വാതിലുണ്ടായിരുന്നത്. അവിടെയാണ് ആ കൊച്ചുകിളി വാതിൽ. അത് മാത്രം അടയ്ക്കരുത്. അവസാനം വരെയും മുത്തുനബി തങ്ങളോട് പ്രണയത്തിന്റെ മൂർധഭാവത്തിൽ നിന്ന നായകരാണ് സിദ്ദീഖ് തങ്ങൾ. അല്ലാഹുവേ, അതുപോലെ ലോകത്തിന്റെ അധരങ്ങളിലേക്ക്, ഹൃദയങ്ങളിലേക്ക്, കർണപുടങ്ങളിലേക്ക് തിരുനബി തങ്ങളുടെ കീർത്തനങ്ങൾ നിലയ്ക്കാതെ പ്രവഹിക്കുന്ന ഒരു കേന്ദ്രമായി ഞങ്ങളുടെ ഈ ത്വയ്ബ, ഞങ്ങളുടെ ഈ സ്നേഹപ്രപഞ്ചം, ഇതെല്ലാം നീ നിലനിർത്തി തരണേ അല്ലാഹ്. പ്രിയമുള്ളവരെ, ഞാൻ മടങ്ങി വരികയാണ്. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി മിൻ ഉറുബിൻ വമിൻ അജമി മൗലായ
ഈ വരിയിലെ മുഹമ്മദുൻ എന്ന പേര് പിടിച്ചുകൊണ്ടാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. ഇനിയോ സയ്യിദുൽ കൗനൈൻ, ഇരുലോകത്തിന്റെയും നായകരാണ്, ഇരുലോകത്തിന്റെയും നായകരാണ്. നമ്മുടെ നേതാവാരാണ്? എന്റെ പൊന്നുമോളെ, തെരുവോരങ്ങളിൽ കിടന്ന ആർത്തനാദം മുഴക്കിയിട്ട് ആടി നൃത്തം ചെയ്യുമ്പോ നമ്മുടെ നേതാവ് ആരാണെന്നറിയാൻ മറന്നു പോകരുത്. നമുക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകിയ നായകരാരാണ്? റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മോളെ, നീ നിന്റെ ശരീരത്തിന്റെ ഭാവഭേദങ്ങൾ അന്യപുരുഷന്മാരെ കാണും പോലെ നീ തെരുവിൽ ഇറങ്ങാൻ പാടില്ല എന്ന് പുണ്യനബി തങ്ങൾ പറഞ്ഞത് എന്തിനാണ്? ഈ ലോകത്തും പരലോകത്തും നിനക്ക് രക്ഷ കിട്ടാനാണ്. ഈ ഭാഷ ഫെമിനിസ്റ്റുകൾക്ക് മനസ്സിലാവില്ല, ഈ ഭാഷ യുക്തിവാദികൾക്ക് മനസ്സിലാവില്ല, ഈ ഭാഷ ഫ്രീ തിങ്കേഴ്സിന് മനസ്സിലാവില്ല, ഈ ഭാഷ ഇവിടെയുള്ള സ്വതന്ത്രവാദികൾക്ക് മനസ്സിലാവൂല. കാരണം അവർക്ക് ഈ ലോകത്തിനപ്പുറമുള്ള ഒരു ലോകം അറിയില്ല, അവർക്ക് മരണാനന്തരമുള്ള ഒരു ലോകം അറിയില്ല. അതുകൊണ്ട് പൊന്നുമോളെ, നീ തെരുവിൽ ആറാടാൻ പാടില്ലെന്ന് പുണ്യനബി തങ്ങൾ പറഞ്ഞത് ഇവിടെ നിനക്ക് സുരക്ഷ ലഭിക്കാനാണ്, അവിടെ നിനക്ക് സ്വർഗം ലഭിക്കാനാണ്. അതേ സമയത്ത് ഇവിടെയുള്ള മുഴുവൻ സമരനായകന്മാരും പറയുന്നത് ഇവിടെ ഒരു താൽക്കാലിക സ്വാതന്ത്ര്യം ലഭിക്കാനാണ്. ഇങ്ങനെയാണ് നീ വായിക്കേണ്ടത്. ഫെമിനിസ്റ്റുകളുടെ വാദം മുഴുവനും ഇവിടെ തോന്നിയതുപോലെ നടക്കാനുള്ള ഒരു അവസരത്തിനുള്ള വർത്തമാനമാണ്. മുത്തുനബി തങ്ങൾ പറയുന്നത് ഇവിടെ സുരക്ഷ ലഭിക്കാനും അവിടെ സ്വർഗം ലഭിക്കാനുമാണ്. ഇനി നീ ആലോചിക്കുക, നിന്റെ ടൂ വീലറിൽ തെരുവിൽ കറങ്ങണോ വേണ്ടേ എന്ന്. ഞാൻ വിളിക്കുന്നത് മദീനയുടെ ഭാഷയിലാണ്, ഹബീബായ തങ്ങളുടെ ഭാഷയിലാണ്. ഇനി മോളെ ഒന്നാലോചിക്ക്, എന്റെ സ്നേഹപ്രപഞ്ചം കേട്ടുകൊണ്ടിരിക്കുന്ന ഉമ്മപെങ്ങന്മാരിൽ ആരെങ്കിലും ഇരുചക്ര വാഹനത്തിൽ തെരുവിൽ കറങ്ങുന്നവരുണ്ടെങ്കിൽ ഈ മഹബത്തിന്റെ പ്രപഞ്ചം സാക്ഷിയാക്കി, ഈ കൊച്ചുതങ്ങളുപ്പാപ്പയുടെ കർമ്മഭൂമിയും വിശ്രമഭൂമിയും സാക്ഷിയാക്കി ഒന്ന് പറയട്ടെ, ഇനി ആവർത്തിക്കല്ലേ മോളെ, അത് നിന്റെ ഹബീബിന്റെ ഇഷ്ടം കിട്ടാൻ വേണ്ടിയാണ്. എനിക്ക് സർവേ നടത്താൻ സമയമുള്ളത് കൊണ്ടല്ല. നിങ്ങൾ ആരുപയോഗിച്ചു ആരുപയോഗിച്ചില്ലെന്ന് എനിക്കറിയില്ല. ആരെങ്കിലും ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ഹബീബായ തങ്ങൾക്ക് ഇഷ്ടമുള്ള ജീവിതത്തിലേക്ക് വരാൻ ഒന്ന് വിനയത്തോടെ പറയട്ടെ. ഇനി നമുക്ക് ആ ഇരുചക്ര വാഹനം വേണ്ട മോളെ. സ്വർഗം തുറന്നു തരാനുള്ള മുത്തുനബി തങ്ങൾക്ക് അതിഷ്ടമല്ല. ഇനി ഇവിടെ ലൈസൻസ് കൊടുക്കാൻ ഗവൺമെന്റ് ഉണ്ട്, പെർമിറ്റ് കൊടുക്കാൻ കമ്പനികളുണ്ട്, ലോൺ കൊടുക്കാൻ കമ്പനികളുണ്ട്. അവിടെ അതിനെല്ലാം എതിരെ പറയണോ? ഞാൻ പറഞ്ഞ ഭാഷ നിങ്ങൾ ശ്രദ്ധിക്കണം. സ്വർഗം തുറക്കുന്ന മുത്തുനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മോളെ, വേണമെങ്കിൽ നിനക്ക് സ്വീകരിക്കാം, ആ വഴിയിൽ വരാം. ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ. ഒന്നുകിൽ അതിനെ നിങ്ങൾക്ക് ഒബേ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വരാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഖുർആനിനോളം അസന്നിഗ്ധമായ പ്രഖ്യാപനം നടത്തിയ ഒരു വേദഗ്രന്ഥം കാലങ്ങളെ അതിജയിച്ച് ലോകത്ത് വേറെ വന്നിട്ടില്ല. ആ ഖുർആനിന്റെയും ഹദീസുകളുടെയും നബി ജീവിതത്തിന്റെയും വെളിച്ചത്തിലാണ് ഞാൻ നിങ്ങളോട് സംബോധന പറയുന്നത്. നേരത്തെ നബി തങ്ങളുടെ പേരിന്റെ മഹത്വം പറഞ്ഞു. അത് മഹാന്മാരായ സ്വഹാബത്തിന്റെ ജീവിതത്തിൽ നിന്നുള്ള പകർപ്പാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് മുത്തുനബി തങ്ങൾ പറഞ്ഞു. എന്തേ പറഞ്ഞത്? അല്ലയോ സിദ്ദീഖ്, എനിക്കൊരു മോതിരം ഉണ്ടാക്കണം, അതിൽ അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ആലേഖനം ചെയ്യിക്കണം. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് എഴുതിയ ഒരു മോതിരം വേണം എനിക്ക്. മഹാനരായ സിദ്ദീഖ് തങ്ങൾ മോതിരം നിർമ്മിക്കുന്ന ആളോട് ചെന്ന് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നെഴുതിയ ഒരു മോതിരം വേണം.
മുത്തുനബി തങ്ങൾ പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് എഴുതിയൊരു മോതിരം ഉണ്ടാക്കിക്കൊണ്ടുവരാനാ. കൊല്ലന്റെ അടുക്ക ചെന്നിട്ട് തട്ടാന്റെ അടുക്ക ചെന്നിട്ട് പറഞ്ഞു അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എഴുതിയിട്ടുള്ള മോതിരം വേണം. മോതിരമൊക്കെ പണി കഴിഞ്ഞ് കൊണ്ടുവരികയാണ്. കൊണ്ടുവന്നപ്പോൾ ആ മോതിരത്തിൽ കാണുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അബൂബക്കർ സിദ്ദീഖ് എന്ന 3 പേരുകളാണ് കാണുന്നത്. ഉടനെ മുത്തുനബി തങ്ങൾ ചോദിച്ചു, മാഹാദിദവായിദു, ഈ അധികപ്പറ്റി എഴുത്ത് എന്തേ സിദ്ദീഖേ? നിങ്ങളോട് ഞാൻ പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് എഴുതാനല്ലേ? അപ്പോഴാണ് സിദ്ദീഖ് തങ്ങൾ ശ്രദ്ധിക്കുന്നത്. അവിടുന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അവിടുന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എഴുതാൻ പറഞ്ഞപ്പോൾ എനിക്ക് മുഹമ്മദുർ റസൂലുള്ളാഹ് ഇല്ലാതെ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് എഴുതാൻ എൻ്റെ മനസ്സനുവദിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതാൻ പറഞ്ഞത് നബിയേ. വശഖാലഹു മിൻ ഇസ്മിഹി ലിയുജില്ലഹു വദുൽ അർശി മഹ്മൂദുൻ വഹാദാ മുഹമ്മദു. അത് വേണം. അപ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് എന്ന് എഴുതിയത്. മഹാനവറുകൾ പറഞ്ഞതല്ല, ബേജാറാവാണ്. ഉടനെ വരുന്ന മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, തങ്ങളുടെ പേര് മാറ്റിവെക്കാൻ ഇഷ്ടപ്പെടാത്ത സിദ്ദീഖിനെ മാറ്റിവെക്കാൻ അല്ലാഹ് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഞാനാണ് പോയി പറഞ്ഞത് അബൂബക്കറിന്റെ പേരെഴുതാൻ. മാഷാ അല്ലാഹ്, ഇതാണ് നമുക്ക് കിട്ടാനുള്ള സമ്മാനം. അള്ളാഹിന്റെ ഹബീബിനെ ഇഷ്ടം വെക്കുമ്പോ അള്ളാഹു നമ്മളെ അങ്ങോട്ട് അടുപ്പിച്ചു തരും. ആരെ ഇഷ്ടപ്പെടുന്നു അവരുടെ കൂടെ ആക്കി തരും. അതിനു വേണ്ടിയാണ്. അതുകൊണ്ട് ഒരുപാട് സ്വാതന്ത്ര്യങ്ങളുടെയും അനാവശ്യങ്ങളുടെയും ലോകത്ത് നിയന്ത്രണത്തോടെ ജീവിക്കണമെന്ന് വളരെ വിനയത്തോടെ എൻ്റെ ഉമ്മ പെങ്ങന്മാരോട് പറയാണ്. സയ്യിദുൽ കൗനൈൻ, ഇരു ലോകത്തിന്റെയും നായകരാണ് ഹബീബ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. സയ്യിദ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു പറയാണ്, അസ്സയ്യിദു അല്ലദീ യഫൂഖു ഖൗമഹു ഫിൽ ഖൈരി. ഇമാം നബവി തങ്ങൾ ശർഹ് മുസ്ലിമിൽ എഴുതുകയാണ്, അന സയ്യിദു ഉൽദി ആദം എന്ന ഹദീസിന്റെ വ്യാഖ്യാനമാണ്. സയ്യിദ് എന്ന് പറഞ്ഞാൽ യഫൂഖു ഖൗമഹു ഫിൽ ഖൈരി, നന്മയിൽ സമുദായത്തിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നവരാണ്. ഒരു നേതാവെന്ന് പറഞ്ഞാൽ സമുദായത്തിൽ ഏറ്റവും നന്മയിൽ ഉയർന്നു നിൽക്കുന്ന ആളുകളായിരിക്കും. സയ്യിദുൽ ഖൗം എന്ന് പറഞ്ഞാൽ റിയലി അങ്ങനെയാണ്. പക്ഷേ ഖിയാമത്ത് നാളാവുമ്പോ ഒരു പ്രശ്നമുണ്ട്. ഖിയാമത്ത് നാളിന്റെ ഒരു സ്വഭാവം എന്താ? ഖിയാമത്ത് നാളിനെ കുറിച്ചുള്ള ലോകപ്രസിദ്ധമായ ഹദീസാണല്ലോ, അൻതലിദൽ അമതു റബ്ബതഹാ, അടിമപ്പെണ്ണ് മുതലാളിയെ പ്രസവിക്കുക. ആ ഹദീസിന്റെ വ്യാഖ്യാനം അല്ലാമ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറയുന്നു, അൻതഹ്സുല മുആകസത്തുൽ ഉമൂർ, കാര്യങ്ങൾ തലകീഴായി വരലാണ് ഖിയാമത്ത് നാളിന്റെ അടയാളമെന്ന് പറഞ്ഞാൽ കാര്യങ്ങളെല്ലാം മഴക്കൂസാവും. പണ്ടൊക്കെ വാപ്പാമാര് മോനെ ഇങ്ങ് വാടാന്ന് പറയും. ഇപ്പോഴൊക്കെ മക്കള് വാപ്പ ഇങ്ങ് വാടോ എന്ന് പറയും. ഇങ്ങനെ കാര്യങ്ങൾ തിരിഞ്ഞുപോയ കാലം. പണ്ടൊക്കെ പ്രപ്പോസൽ നടത്തുന്നത് മാതാപിതാക്കളാണ്. ഇപ്പൊ മക്കള് കണ്ടുപിടിച്ചിട്ട് വന്ന് പറയും വാപ്പ മര്യാദ കെട്ടിച്ചെന്നോളണമെന്ന് പറയും. ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം തലതിരിഞ്ഞു പോകുന്ന ഒരു കാലമാണ്. രക്ഷിതാക്കൾ അരക്ഷിതാവസ്ഥയിലാവുന്ന കാലം, കാര്യങ്ങളെല്ലാം തലതിരിഞ്ഞു വരുന്ന കാലം. ഉദാഹരണങ്ങൾ ഏറെയുണ്ട്. ഇങ്ങനെ വരുമ്പോൾ സമുദായങ്ങളുടെ നേതൃത്വങ്ങൾ അള്ളാഹുവിനെ ഭയക്കാത്തവരുടെ കൈകളിലേക്ക് വരുന്ന കാലമാണ്. ഒരു സമുദായത്തിന്റെ നേതൃത്വം ആരുടെ കയ്യിലാണ്? തഖ്വയുള്ളവരുടെ കയ്യിൽ നിന്ന് മാറിയിട്ട് താല്പര്യങ്ങളുടെ കയ്യിലേക്ക് നേതൃത്വങ്ങൾ മാറുന്ന ഒരു കാലം. അത് ഖിയാമത്തിന്റെ അടയാളമാണ്.
ചില ആളുകളെ നേതാക്കളാക്കും മഖാഫത ശർരിഹി, അയാളുടെ നാശം തടയാൻ വേണ്ടി. അയാളെ ചെയർമാൻ ആക്കിയേക്കാം, അല്ലെങ്കിൽ വലിയ പുലിവാലായി പോവും. അതുകൊണ്ട് ചിലപ്പോൾ ചെയർമാനാക്കും. അയാളെ ഇങ്ങനെ ആക്കിയേക്കാം, അല്ലെങ്കിൽ നമുക്കിവിടെ ഒന്നും നടക്കൂല. ഈ രീതിയിലേക്ക് ശർറ് ഭയന്നുകൊണ്ട് നേതൃത്വങ്ങൾ നൽകപ്പെടുന്ന കാലം ഇതെന്റെ വായനയല്ല, ലോകഗുരുവായ തിങ്കൾ പ്രവാചകരുടെ ദീർഘദൃഷ്ടിയിലുള്ള വായനയാണ്. അല്ലാഹുവിന്റെ ദീനിന്റെ സ്വത്തുകളെല്ലാം ഇന്ന് അന്യാധീനപ്പെടുകയാണ്. വഖഫ് ബോർഡിലേക്ക് PSC വരുന്ന കാലമാണ്. ഏതൊക്കെ ക്രയവിക്രയങ്ങളാണ് ലോകത്ത് നടക്കുന്നത്, ആരെന്ത് കൈകാര്യം ചെയ്യണമെന്ന് തീരുമാനിക്കാത്ത ഒരു ലോകം. ഡൽഹിയിലെ വലിയ വലിയ കുത്തക മുതലാളിമാരുടെ മാനം മുട്ടുന്ന കൊട്ടാരങ്ങൾ വഖഫ് സ്വത്തുക്കൾ അപഹരിച്ചുണ്ടാക്കിയതാണെന്ന് കണക്കുകൾ നമ്മളോട് പറയുമ്പോൾ എവിടെ എത്തിയിരിക്കുന്നു ലോകത്തിന്റെ ഗതി എന്ന് നമ്മൾ അറിയണം. ഇവിടെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. സയ്യിദ് എന്ന് പറഞ്ഞാൽ അസ്സയ്യിദുല്ലദീ യഫൂഖു ഖൗമഹു ഫിൽ ഖൈരി, ഒരു കൂട്ടത്തിൽ നന്മയിൽ മുന്നിട്ട് നിൽക്കുന്ന ആൾ അവിടുത്തെ ലീഡറാവണം. അപ്പോഴാണ് കാര്യം നടക്കുക. അവിടെയാണ് നമ്മുടെ ഖലീഫമാര് നേതാക്കളായത്, തങ്ങന്മാര് പ്രസിഡന്റുമാരായത്, സയ്യിദന്മാര് നേതാക്കളായത്, ആലിമീങ്ങൾ ജേതാക്കളായത്. ഏറ്റവും നന്മയുള്ളവർ വരട്ടെ എന്ന്. എന്നിട്ട് ഇനിയൊന്ന് കേൾക്കണേ, സയ്യിദ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഹുവല്ലദീ യഫ്സഉ ഇലൈഹി ഫിന്നവാഇബി വശദായിദ്, പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആളുകൾ ഓടിച്ചെല്ലുന്ന കേന്ദ്രമായിരിക്കും. ഫയഖൂമു ബിഅംരിഹിം, അപ്പോൾ അവരുടെ കാര്യങ്ങൾ ഏറ്റെടുക്കും. വയതഹമ്മലു അൻഹും മകാരിഹഹും, അവരുടെ പ്രയാസങ്ങളെ അവിടുന്ന് സംവഹിക്കും. വയദഫഉഹാ അൻഹും, അതെല്ലാം തടഞ്ഞു കൊടുക്കുകയും ചെയ്യും. അപ്പോഴാണ് ഒരാൾ സയ്യിദാവുന്നത്. മുത്തുനബി തങ്ങൾ സയ്യിദാണെന്ന് പറഞ്ഞാൽ ആരാണ്? ഈ ലോകത്തെ മുഴുവൻ ആളുകളുടെയും മേലെയുള്ള നന്മയുടെ നേതാവാണ്. അതിന് മേലെ ഒരു നന്മയില്ലേ ഇല്ല. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈൻ, അല്ലാഹു പടച്ചതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ള സൃഷ്ടിയാരാണ്? അത് ഹബീബായ തങ്ങളാണ്. അതിന് മേലെ ഒരു വസ്തുവില്ല, ഒരു വ്യക്തിയില്ല, ഒരു ശക്തിയില്ല, ഒരു സ്ഥലമില്ല. അഫ്ളലുൽ ഖൽഖായ നബി തങ്ങൾക്ക് മേലെ ആരുമില്ല. അങ്ങനെയുള്ള നേതാവാണ് മുത്തുനബി തങ്ങൾ. ഇനിയോ തങ്ങളിലേക്ക് ഓടിച്ചെല്ലുന്നതാണ് ഫിശ്ശദായിദി വന്നവായിബ്, പ്രതിസന്ധി ഘട്ടങ്ങളിൽ നബിതങ്ങളിലേക്ക് ഓടിച്ചെല്ലും ആളുകൾ. ഓടി അഭയം തേടും, തങ്ങളെ സഹായിക്കണേ എന്ന്. ജീവിതകാലത്ത് മാത്രമല്ല, വഫാത്തിന് ശേഷവും മുത്തുനബിതങ്ങൾ സയ്യിദാണ്, ഓടിച്ചെല്ലാനുള്ള കേന്ദ്രമാണ്. സ്വഹാബത്ത് പറഞ്ഞ അതേ കലിമ തന്നെയാണ് നമ്മളും പറയണത്. സ്വഹാബത്ത് പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്, അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല, മുഹമ്മദ് നബി തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകരാണ് എന്നാണ് സ്വഹാബ പറഞ്ഞത്. നമ്മൾ പറയണതോ അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകരായിരുന്നു എന്നാണോ? ആകുന്നു എന്നാണ്. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ പറയുന്നത് കലിമ സ്വഹാബ പറഞ്ഞ അതേ കലിമയാണ്. സ്വഹാബ പറഞ്ഞ അതേ കലിമയാണ്. സ്വഹാബാക്കൾ എന്തെങ്കിലും ഒരു വിഷമമുണ്ടായാൽ ഓടിച്ചെല്ലും. ആരുടെ അടുക്കലേക്ക്? നബിതങ്ങളുടെ അടുക്കലേക്ക് ഓടിച്ചെല്ലും. അതുപോലെ നമുക്കും ഓടിച്ചെല്ലാനുള്ള കേന്ദ്രമാണ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് ഓടിച്ചെല്ലാനുള്ള കേന്ദ്രമാണ്. യുഫ്സഉ ഇലൈഹി ഫിശ്ശദായിദി വന്നവായിബ്,
പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഓടിച്ചെല്ലപ്പെടുന്ന കേന്ദ്രമാണ്. ബദറിന്റെ തലേന്ന് മഹാന്മാരായ സ്വഹാബ ചെല്ലുകയാണ്, വലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ വലൈസ ഫിറാറുൻ നാസി ഇല്ലാ ഇലർ റുസുലി याद अबरो करके तड़पो बुलबुलो टुकड़ा टुकड़ा धाम हो ही जाएगा എന്ന് പറഞ്ഞാൽ സ്വഹാബത്ത് ചെന്നു ബദറിൽ ചെല്ലുമ്പോ പറഞ്ഞു, ലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ, തങ്ങളെ ഞങ്ങൾക്ക് ഓടി വരാൻ തങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ, ഞങ്ങൾക്ക് ഓടി വന്ന അഭയം തേടാ തങ്ങളെ ഉള്ളൂ. ഇനി അവര് പറയുന്നത് ലോകത്തേക്ക് മുഴുവനുമുള്ള പൊതു നിയമമാണ്, എനിക്കും നിങ്ങൾക്കും നാളെ വരാനുള്ള ജനതയ്ക്കും ബാധകമായ നിയമം. മഹാന്മാരായ സ്വഹാബ പറയുകയാണ്, വഅൈന ഫിറാറുൻ നാസി ഇല്ലാ ഇലർ റുസുലി, ഒരു ജനത, ഒരു സമുദായം, ഒരു ജനതയിലെ പൗരന്മാര് അവരുടെ പ്രവാചകരിലേക്കല്ലാതെ വേറെ ആരിലേക്കാണ് ഓടിയെത്തുക? ഈ ജനതയുടെ അഭയകേന്ദ്രം, ഈ ജനതയുടെ പ്രവാചകർ. ഒരു ജനതയുടെ അഭയകേന്ദ്രം ഹബീബായ തങ്ങളല്ലാതെ വേറെ ആരാണ്? അവരുടെ നബിയല്ലാതെ വേറെ ആരാണ്? അപ്പോൾ എനിക്കും നിങ്ങൾക്കും വേദനകളിൽ ഓടിച്ചെല്ലാനുള്ള കേന്ദ്രമാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ ഖായിദുൽ ഗുർരിൽ മുഹജ്ജലീൻ മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, യാ റസൂലല്ലാഹ് കറം കീജേ ഖുദാ കേ വാസ്തേ, അല്ലാഹുവിലേക്ക് ഞങ്ങൾക്ക് ചേരാനുള്ള ഇടനിലയായ പുണ്യനബി തങ്ങളാണ്, ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് ഓടിയെത്താനുള്ള കേന്ദ്രമാണ്. അതാ കഅബുൽ അഹ്ബാർ തങ്ങൾ പറയുന്ന ഒരു സംഭവം നേരത്തെ പറഞ്ഞതിന്റെ തുടർച്ചയായി ഖാസിം അബുൽ ഖാസിം റസാഇ തങ്ങൾ അസ്സയ്യിദ് എന്ന പദത്തിന്റെ വിശദീകരണത്തിൽ പറയുകയാണ്, മർറ റജുലുൻ മിൻ അഹ്ലിൽ ഇസ്ലാമി അലാ റജുലിൻ മിൻ അഹ്ലിൽ കിതാബി ബിശ്ശാം. ഡമാസ്കസിലുള്ള ഒരു വേദക്കാരന്റെ അടുക്കലൂടെ ഒരു മുസ്ലിമായ മനുഷ്യൻ നടന്നു പോവുകയാണ്. ഡമാസ്കസിൽ ഇപ്പൊ ചോദിച്ചു, അയിന തുരീദ്, എവിടേക്കാ നീ പോണത്? ഇന്നി ഉരീദുൽ മദീന, ഞാൻ മദീനയിലേക്ക് പോവാണ്, ഞാൻ മദീനയിലേക്ക് പോവാണ്. ഉടനെ അവിടുന്ന് ചോദിച്ചു, ആ വേദക്കാരൻ ചോദിക്കുകയാണ്, പറയുകയാണ്, ലീ ഇലൈക ഹാജ, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. വമാ ഹാജതുക, നിങ്ങളുടെ കാര്യം എന്താണ്? അപ്പോൾ പറഞ്ഞു, തഅതി കഅബൽ അഹ്ബാർ, കഅബുൽ അഹ്ബാറിനെ നിങ്ങൾ കണ്ടാൽ ആ കഅബുൽ അഹ്ബാറിനോട് പറയണം, യാ കഅബു മാ സിൽത ഫിൽ യഹൂദി മിൻ അസ്ഗരിഹിം വഅഹ്ഖരിഹിം വഅദ്നാഹും മൻസിലതൻ വഅൻത അൽയൗമ ഫിൽ ഇസ്ലാമി കദാലിക്. നിങ്ങൾ യഹൂദി ആയിരുന്നപ്പോ ഒരു ചെറിയ ആളായിരുന്നു, ഇസ്ലാമിലും നിങ്ങൾ നിസ്സാരനാണ് എന്നൊന്ന് പറയണേ എന്ന് പകയുടെ പേരിൽ ആ യഹൂദി പറയുകയാണ്. യഹൂദ മതമൊക്കെ പഠിച്ച ഹിബർ പാതിരിയായിരുന്ന ആൾ, അഥവാ വേദജ്ഞാനത്തിൽ അഗ്രസ്തനായിരുന്ന കഅബ് തങ്ങൾ ഇസ്ലാമിന്റെ സംഭാഷണം നടത്തുമ്പോ അസൂയയുടെ പേരിലാണ് ഡമാസ്കസിൽ നിന്ന് പറയുന്നത്, നിങ്ങൾ അങ്ങ് മദീനയിൽ ചെന്ന് കഅബുൽ അഹ്ബാറിനെ കണ്ടാൽ പറയണം, നിങ്ങൾ ജൂതനായിരിക്കെ നിസ്സാരനായിരുന്നത് പോലെ ഇസ്ലാമായപ്പോഴും നിങ്ങൾ നിസ്സാരനാണ്. ഈ മനുഷ്യൻ മദീനയിലേക്ക് ചെല്ലുകയാണ്. ചെന്നിട്ടതാ കഅബുൽ അഹ്ബാർ എന്നവരെ കാണുകയാണ്. കണ്ടപ്പോൾ പറഞ്ഞു, അല്ല,
ഇങ്ങനെ ഒരു വിവരം ഒരു വേദക്കാരൻ എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്, അത് നിങ്ങളോട് പറയുകയാണ്. ഉടനെ കഅബുൽ അഹ്ബാർ തങ്ങൾ പറയാണ്, ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ. നിങ്ങൾ തിരിച്ച് ഡമാസ്കസിൽ ചെന്നാൽ അവരോട് പറയണം, കഅബുൽ അഹ്ബാർ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. സഅൽതുക ബിത്തൗറാത്തി വമാ ഫീഹാ അല്ലതി ഉൻസിലത് അലാ മൂസാ അലൈഹിസ്സലാം ഹൽ തജിദു ഫിത്തൗറാത്തി മൻ ശാബ മിൻ ഉമ്മത്തി മുഹമ്മദിൻ ഫിൽ ഇസ്ലാമി ശൈബതൻ കാനത് ലഹു നൂറൻ യൗമൽ ഖിയാമ യുളീഉ ലഹു ഹത്താ യദ്ഖുലൽ ജന്ന. ഞാൻ ചെറുതോ വലുതോ എന്നുള്ള പ്രമേയമൊന്നും ഞാൻ പറയണില്ല. പക്ഷേ നിങ്ങളെ തിരിച്ച് ഡമാസ്കസിൽ ചെല്ലുമ്പോ ഒന്ന് ചോദിക്കണം നിങ്ങൾ അവരോട്. തൗറാത്തും അതിലുള്ള വിവരങ്ങളും സാക്ഷിയാക്കി നിങ്ങളോട് ചോദിക്കുകയാണ്. തൗറാത്തിലുള്ള ഒരു വിവരം നിങ്ങളോട് ചോദിക്കുകയാണ്. ആരെങ്കിലും മുഹമ്മദ് നബി തങ്ങളുടെ സമുദായത്തിൽ നര ബാധിച്ചാൽ ആ നര സ്വർഗത്തിലേക്കുള്ള വെളിച്ചമാണെന്ന് തോറയിലില്ലേന്ന് കഅബുൽ അഹ്ബാർ ചോദിച്ചുവെന്ന് ഈ ഒരു ചോദ്യം നിങ്ങൾ അവിടെ ഉന്നയിക്കണം. ഞാൻ ചെറുതോ വലുതോ എന്നുള്ളൊന്നും ഇവിടെ പ്രശ്നമല്ല. തൗറാത്തിൽ ഇങ്ങനെ ഉണ്ടോന്നൊന്ന് ചോദിക്കണം.